ഹായ് ഫ്രണ്ട്സ്, അനന്തപുരി ലോക്കലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വേറെ ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു നെക്ക് ബാൻഡ് ഓർഡർ ചെയ്ത് വന്നിട്ട് 7 ദിവസം ഉപയോഗിച്ചതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യരുത്. എപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ഹെഡ്സെറ്റ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്സെറ്റ് നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയായിരിക്കും. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബൗൾട്ട് ഓഡിയോ പ്രോബാസ് കർവ് എന്നാണ്. പേര് പോലെ തന്നെ വളരെ വ്യത്യാസമുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു ഹെഡ്സെറ്റിനുള്ളത്. ഈ ഒരു ഹെഡ്സെറ്റ് നേരത്തെ ഞാൻ അൺബോക്സിങ് ചെയ്തതായിരുന്നു. ഈ ഒരു ഹെഡ്സെറ്റ് ഫ്ലിപ്കാർട്ട് വഴി ഞാൻ ഓർഡർ ചെയ്ത് എടുത്തതാണ്. 7 ദിവസം ഉപയോഗിച്ചും കഴിഞ്ഞു. എന്നിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഹെഡ്സെറ്റ് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത സമയത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ചുറ്റുമായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയൊരു ബ്ലാക്ക് സ്ക്വയറിൽ അതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഈ മാനുഫാക്ചറിങ് ചെയ്ത ഡേറ്റും അതുപോലെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇത് പിന്നെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഹെഡ്സെറ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോർഡിലാണ് ഹെഡ്സെറ്റ് ഇരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയൊരു പൗച്ചും ഉണ്ട്. ആ പൗച്ചിനകത്താണ് നമ്മുടെ USB കേബിൾ, ചാർജ് ചെയ്യാനുള്ള USB കേബിൾ. അതുപോലെ ഇതിൻ്റെ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇയർ ബഡ്സ് ആണ്. ഈ ഇയർ ബഡ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 പെയറായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതിൽ 2 പെയർ ഞാൻ ഹെഡ്സെറ്റിൽ വെച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് വാറണ്ടി കാർഡും യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ നമ്മളെ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഉപയോഗം ഈ യൂസർ മാനുവലിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറഞ്ഞ ഒരു സാധനമാണ്. 1000-ന് താഴെയായിരുന്നു ബിഗ് ബില്യൺ ഓഫറിലൊക്കെ. ഇതിപ്പോൾ 1000 രൂപ ആയിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള റേറ്റ് ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഈ ഒരു ഹെഡ്സെറ്റ് നമ്മൾ നെക്കിലൊക്കെ ഇടാൻ നേരത്ത് നമ്മൾ മാഗ്നറ്റ് പരസ്പരം കണക്ട് ചെയ്ത് തന്നെ ഇടാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് ഇതിൻ്റെ വയറൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ 3 പെയർ ഇയർ ബഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു പെയർ ബഡ്സ് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇയർ ബഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ടൈപ്പിലുള്ള ഇയർ ബഡ്സ് ആണ്. ഓരോരുത്തരുടെ ചെവിയിൽ അനുയോജ്യമായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹെഡ്സെറ്റ്. അതുപോലെ ഇതിന് 3 ബട്ടൺസാണ് ഉള്ളത്. വോളിയം ബട്ടണും മെയിനായിട്ട് പറയാനുള്ള ഒരു പവർ ബട്ടണും 2 വോളിയം ബട്ടൺസും എന്ന് പറയുമ്പോൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ബട്ടൺസാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വോളിയം ബട്ടൺസിൻ്റെ അവിടെ ആയിട്ട് ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർട്ടിൽ തന്നെ നമുക്ക് നേരത്തെ കാണിച്ച USB കേബിൾ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഈ മൊബൈൽ ചാർജറിൻ്റെയൊക്കെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, പ്ലഗ് ചെയ്യുന്ന ഭാഗം, അതിൽ നമുക്ക് USB കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ ഫുൾ ലോ ആയിട്ടുള്ള ബാറ്ററി ഫുള്ളാവാൻ വേണ്ടി 1 മണിക്കൂർ മാത്രം മതി. ആ 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 2 ദിവസം വരെ, മാക്സിമം 2 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 അല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് നല്ല ഒരു ബാറ്ററി ലൈഫ് തരുന്നതാണ്. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുന്നത് 5.0 ആണ്. അതുകൊണ്ട് തന്നെ 10 മീറ്റർ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് 10 മീറ്ററിൽ കിട്ടും. അതിന് ശേഷമുള്ള കാര്യമൊന്നും 10 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ടിന് ചെറിയ ഇടർച്ചയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ കേട്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴേ നമ്മൾ ചെവിയിൽ നൈസായിട്ട് വെക്കുന്നു. 1 2 എന്നിട്ട് ഇനി അനിയൻ്റെ പാട്ടിടാൻ പറയുകയാണ്. അപ്പോഴാകുമ്പോൾ പാട്ടിടും. അപ്പോഴേ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എടാ അപ്പോൾ പാട്ടിടാം. ഓക്കെ സെറ്റ്. അപ്പോഴും നമ്മൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1199 രൂപയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 3499 രൂപയാണ്. ആ സാധനമാണ് 1199 രൂപയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ലാഭം തന്നെയാണ്. അത് മാത്രമല്ല, ഈ സാധനം നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് വരും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർ വാങ്ങാനായിട്ട് നമ്മളെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് നമ്മുടെ ബോട്ട് ഓഡിയോ പ്രോബാസ് കർവ് എന്ന് അടിച്ചാലും മതി, സാധനം കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 7 ദിവസം യൂസ് ചെയ്തിട്ട് നല്ലൊരു സംഭവം. 1199 രൂപയ്ക്ക് നല്ലൊരു സാധനം തന്നെയാണ്.
അപ്പോൾ ആവശ്യമുള്ളവർ കയറി വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറക്കരുത് കേട്ടോ. അതാണ് വിലപ്പെട്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബായ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ല് അടിച്ചോളാക്കുക. അപ്പോൾ വീണ്ടും പറയുകയാണ് ബൈ.